മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ഞങ്ങളുടെ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമെന്ന് വ്യക്തമാക്കി കെ സുരേന്ദ്രൻ. ഞങ്ങളെ വിമർശിക്കാമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും വിമർശിക്കാം. ആ ജനാധിപത്യ അവകാശമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങളെല്ലാം കേട്ടു തരണം. നിങ്ങളെ വിമർശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈഗോ ഇളകുകയാണ്. അത് പറ്റില്ല. പത്രപ്രവർത്തക യൂണിയൻ ആരാണ്? അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഏത് വിഷയത്തിലാണ് അവർ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത്? പിണറായി വിജയൻ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു? മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരോടും തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല. കടക്ക് പുറത്ത് എന്ന് എത്ര തവണ പറഞ്ഞു? ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ. പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരണ്ട. ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മാധ്യമ സമ്മേളനത്തിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടത്. മാധ്യമങ്ങൾക്കും ജനാധിപത്യ രീതി ബാധകമാണ് എന്നും അവരെ വിമർശിക്കാനും അവരോട് പ്രതിഷേധിക്കാനും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പഴയതുപോലെ എന്തും എഴുതിയാൽ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. എത്ര വലിയവനാണേലും നേരിടും എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ത്രിപുരയെക്കാളും ദയനീയമായ പതനമായിരിക്കും കേരളത്തിലെ CPIM-നെ കാത്തിരിക്കുന്നു. ജനാധിപത്യത്തിൽ എതിർപ്പ് പറയാനുള്ള എന്തിനാണ് പത്രപ്രവർത്തക സംഘടനയെ പോലെ ഇത്രയും ഹിപ്പോക്രറ്റുകളായിട്ടുള്ള ഒരു സമൂഹം വേറെ ഇല്ല. അവരാരാണ്? അവരവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാർമ്മിക നിലപാട് സ്വീകരിക്കാറുണ്ടോ? ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പത്രമല്ല 2 പത്രം അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കേരളത്തിൽ വ്യാഖ്യാനിച്ചു. എഡിറ്റോറിയൽ എഴുതിയ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതിനെ ഞങ്ങൾ വിമർശിച്ചു. അതിലെന്താണ് തെറ്റുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങളെല്ലാം കേട്ടു തരണം. നിങ്ങളെ വിമർശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഈഗോ ഇളകുകയാണ്. അത് പറ്റില്ല. പത്രപ്രവർത്തക യൂണിയൻ ആരാണ്? അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഏത് വിഷയത്തിലാണ് അവർ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത്? പിണറായി വിജയൻ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു? മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരോടും തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല. കടക്ക് പുറത്ത് എന്ന് എത്ര തവണ പറഞ്ഞു? ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ. പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരണ്ട. ഞങ്ങൾക്ക് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് അവർക്ക് പരാതിയില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം 1 വേ ട്രാഫിക് അല്ല, 2 വേ ആണ്. ബഹുമാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ലേ? ഏത് വിമർശനം സ്വീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതും നടപ്പുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ശരിയായ നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരെ ചൊവ്വേ പറയും. അത് പത്രപ്രവർത്തക യൂണിയൻ ആയാലല്ല, ഏത് കൊലകൊമ്പനായാലും. അതുകൊണ്ടല്ലേ സഹോദരൻ ഒഴിവാക്കിയത്? ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കാനല്ലേ ഇത്, പാർട്ടിന്ന് പുറത്താക്കല്ലേ ഇത്? എന്താണ് നിങ്ങൾ പറയുന്നതിന് അർത്ഥം? ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളും അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനം നടത്തുമ്പോൾ അയാളെ ഒഴിവാക്കല്ലാതെ ഞങ്ങൾക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ? അയാളെ ഒഴിവാക്കി, നിങ്ങൾ അവരെ സ്വീകരിച്ചു. അതാ വ്യത്യാസം. ഞങ്ങളും CPM തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഒഴിവാക്കുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ പുറന്തള്ളുന്നു, നിങ്ങളെടുത്ത് കഴിക്കുന്നു. അത് വ്യത്യാസമുണ്ട്. BJP സംസ്ഥാന ഘടന തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട്.